ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോൾ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനോളോ മാർക്കസ് ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ്. പുതിയ ഒരു പരിശീലകന് ആവശ്യമായി വരികയാണ്. ഇന്ത്യയിലെ ഫുട്ബോളിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പരമാവധി ശ്രമങ്ങൾ ഇനി നടത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപാട് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ആശിഷ് നേഗി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഫുട്ബോളിന് ഏറെ ഗുണകരമായി മാറിയേക്കാവുന്ന ഒരു ചരിത്ര തീരുമാനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. അതായത് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനിൽ അംഗമായ അഥവാ സാഫിൽ അംഗമായ രാജ്യങ്ങളിലെ താരങ്ങളെ വിദേശ താരങ്ങളായിക്കൊണ്ട് കണക്കാക്കില്ല, മറിച്ച് അവ ഡൊമസ്റ്റിക് സൈനിങ്ങുകളായിക്കൊണ്ടാണ് കണക്കാക്കുക. അതായത് ഈ രാജ്യത്തെ ഇരട്ട പാസ്പോർട്ടുള്ള താരങ്ങളെ ക്ലബ്ബുകൾക്ക് സൈൻ ചെയ്യാൻ സാധിക്കും, വളരെ ഈസി ആയിക്കൊണ്ട് സൈൻ ചെയ്യാൻ സാധിക്കും. അവർ ഡൊമസ്റ്റിക് താരങ്ങളുടെ ഒരു പരിഗണനയിലാണ് വരിക. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ താരങ്ങൾക്ക് ഇന്ത്യയിൽ ഈസി ആയിക്കൊണ്ട് കളിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു വിദേശ താരം എന്ന സങ്കീർണത അവർക്ക് മുന്നിൽ ഉണ്ടാവില്ല. ജാക്ക് ഹിംഗർട്ട്, അതുപോലെ തന്നെ ഹംസ, ഈസ സുലൈമാൻ, ഡിലോൺ ഡി സിൽവ എന്നിവരൊക്കെ ഈ രാജ്യങ്ങളിലെ പ്രശസ്തരായ താരങ്ങളാണ്. ഇവർക്കൊക്കെ ഇന്ത്യൻ ഫുട്ബോളിൽ ഈസി ആയിക്കൊണ്ട് ആക്സസ് ലഭിക്കും എന്നുള്ളതാണ്. ഏതായാലും സാഫ് രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ISL ക്ലബ്ബുകളും I ലീഗ് ക്ലബ്ബുകളും നടത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം ആ ഒരു വിദേശ താരം എന്ന ബുദ്ധിമുട്ട് അവരുടെ മുന്നിൽ നിന്നും ഒഴിവായി കിട്ടുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.